കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാനൊരു യുക്തിവാദിയൊന്നുമല്ല. പക്ഷേ അമാനുഷിക ശക്തികളിലൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്തോ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിലെ ഗാലറിയിൽ കിടക്കുന്ന ആ 3 സെക്കൻഡ് വീഡിയോ ക്ലിപ്പ് എൻ്റെ എല്ലാ വിശ്വാസങ്ങളെയും ഇല്ലാതാക്കി. അതൊരു ലൈവ് ഫോട്ടോയാണ്. ഐഫോണിലെ ഒരു സാധാരണ ഫീച്ചർ. ഇപ്പോൾ അത് ആൻഡ്രോയിഡിലും സർവ്വസാധാരണമാണ്. ക്യാമറ ബട്ടൺ അമർത്തി അത് വിടുന്നതിന് മുമ്പും ശേഷവുമുള്ള 1.5 സെക്കൻഡുകൾ ഫോൺ റെക്കോർഡ് ചെയ്യും. ആ ഫോട്ടോയിൽ ഷിനാസിൻ്റെ ബൈക്കിനടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഹെൽമറ്റും റൈഡിംഗ് ജാക്കറ്റും ധരിച്ച ഒരാൾ. ഫോണിൻ്റെ സ്ക്രീനിൽ വിരലമർത്തുമ്പോൾ ആ ചിത്രം പ്ലേ ആകും. ആ 3 സെക്കൻഡിൽ ആ രൂപം തലയുയർത്തി കൃത്യം ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്തത് വരുണാണ്. മൂന്നാറിലെ ഒരു തിരക്കുള്ള ഹോം സ്റ്റേയുടെ ബാൽക്കണിയിൽ നിന്ന്. അവിടെ ഞങ്ങൾ 4 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ പാർക്കിംഗ് ഏരിയയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. സത്യമെന്താണെന്ന് എനിക്കറിയണം. അതിനാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ പേര് അഖിൽ. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. കൂടെയുള്ളത് ഷിനാസും വരുണും പിന്നെ ജിത്തുവും. 4 പേരും ഒരേ ക്ലാസ്സിൽ. എറണാകുളത്തെ കോളേജ് ജീവിതം ബോറടിച്ചു തുടങ്ങിയ സമയത്താണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഒരു ബുധനാഴ്ച രാവിലെ 9 മണി. ക്ലാസ്സിൽ കയറാൻ ആർക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഷിനാസാണ് മൂന്നാർ എന്ന ഐഡിയ പറഞ്ഞത്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ആരുടെയും കയ്യിലധികം പൈസയൊന്നുമില്ല. എൻ്റെ അക്കൗണ്ടിൽ 4000 രൂപയുണ്ട്. ഷിനാസിൻ്റെ കയ്യിൽ 3000. ബാക്കി 2 പേരും കൂടി 2000 ഒപ്പിച്ചു. ഒരു ദിവസത്തെ ട്രിപ്പിന് അത് ധാരാളമായിരുന്നു. 2 ബൈക്കുകളിലായാണ് യാത്ര. എൻ്റെ MTയിൽ ഞാനും ജിത്തുവും, ഷിനാസിൻ്റെ ഡ്യൂക്കിൽ അവനും വരുണും. 10 മണിയോടെ ഞങ്ങൾ കോളേജിൽ നിന്നിറങ്ങി. സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ ബൈക്കുകൾ മുന്നോട്ട് കുതിച്ചു. ട്രാഫിക് ബ്ലോക്കുകൾക്കിടയിലൂടെ ഞങ്ങൾ ബൈക്കുകൾ തിരികെ കയറ്റി വഴി കണ്ടെത്തി. യാത്രയുടെ തുടക്കം വളരെ സാധാരണമായിരുന്നു. എറണാകുളത്തെ പതിവ് ചൂട്, വാഹനങ്ങളുടെ ഹോണടി ശബ്ദങ്ങൾ. ഇടപ്പള്ളി എത്തിയപ്പോൾ ഞങ്ങൾ ആലുവ റോഡിലേക്ക് തിരിഞ്ഞു. അവിടെ നിന്ന് പെരുമ്പാവൂർ വഴി കോതമംഗലത്തേക്ക്. അതായിരുന്നു റൂട്ട്. പെരുമ്പാവൂർ എത്തിയപ്പോൾ സമയം 11:30 കഴിഞ്ഞിരുന്നു. ഹൈവേയിലൊട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബൈക്കുകളുടെ വേഗത കൂട്ടി. ഞാൻ മിററിലൂടെ പിന്നിലേക്ക് നോക്കി. ഷിനാസ് ഏതാണ്ട് 10 മീറ്റർ പിന്നിലായി വരുന്നുണ്ട്. വരുൺ അവൻ്റെ പിന്നിലിരുന്ന് മൊബൈലിൽ എന്തോ ടൈപ്പ് ചെയ്യുകയാണ്. കോതമംഗലം ടൗൺ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ടൗണിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു വലിയ ബേക്കറിക്ക് മുന്നിലായാണ് വണ്ടി നിർത്തിയത്. നല്ല തിരക്കുള്ള സ്ഥലം. അവിടെ നിന്ന് ജ്യൂസും പപ്സും കഴിച്ചു. ഞങ്ങൾ തമ്മിൽ അധികമൊന്നും സംസാരിച്ചില്ല. പെട്ടെന്ന് തന്നെ മൂന്നാർ എത്തണം. അതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. റൂം ബുക്ക് ചെയ്യണോ? ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ജിത്തു ചോദിച്ചു. വേണ്ട, അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പോൾ ഓഫ് സീസൺ അല്ലേ, റൂമൊക്കെ ഇഷ്ടം പോലെ കിട്ടും, ഷിനാസ് പറഞ്ഞു. ഞാൻ ജ്യൂസിൻ്റെ ബില്ല് പേ ചെയ്തു. വീണ്ടും വണ്ടിയിൽ കയറി. ഇനി നേര്യമംഗലം പാലം കടക്കണം. അവിടെ നിന്നാണ് ഹൈ റേഞ്ച് തുടങ്ങുന്നത്. റോഡിൻ്റെ സ്വഭാവം മാറും. വളവുകളും തിരിവുകളും തുടങ്ങും. എനിക്ക് ഡ്രൈവിംഗ് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കാടുകൾക്കിടയിലൂടെയുള്ള റോഡുകളിൽ. ഉച്ചയ്ക്ക് 1 മണിയോടെ ഞങ്ങൾ നേര്യമംഗലം പാലം കടന്നു. പെരിയാറിന് കുറുകെയുള്ള വലിയ പാലം. അതിനുശേഷം റോഡിൻ്റെ വീതി കുറഞ്ഞു. 2 വശത്തും വലിയ മരങ്ങൾ. ട്രാഫിക് തീരെ കുറവായിരുന്നു. വല്ലപ്പോഴും കടന്നു പോകുന്ന ജീപ്പുകളും ടൂറിസ്റ്റ് ബസ്സുകളും മാത്രം. ഞാൻ ബൈക്കിൻ്റെ വേഗത 60ലേക്ക് കുറച്ചു. വളവുകളിൽ ശ്രദ്ധിച്ചോടിക്കണം. ഷിനാസിൻ്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഞാൻ ഇടയ്ക്കിടെ മിററിലൂടെ അവനെ നോക്കി ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അക്കാര്യം ശ്രദ്ധിച്ചത്. ഒരു കാറ്, ഒരു മാരുതി സ്വിഫ്റ്റ്, സിൽവർ കളർ. അത് ഷിനാസിൻ്റെ ബൈക്കിന് തൊട്ടു പിന്നിലായി വരുന്നുണ്ട്. ഞാൻ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചു. KL17, മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്. ഒരു സാധാരണ കാർ. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലായിരുന്നു. ഹൈവേകളിൽ വാഹനങ്ങൾ പിന്നാലെ വരുന്നത് സാധാരണമാണ്. ഞാൻ റോഡിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. അടുത്ത 10 കിലോമീറ്റർ ഞങ്ങൾ ആ കാടിനുള്ളിലൂടെയുള്ള റോഡിലൂടെ പോയി. റോഡ് വളഞ്ഞു പുളഞ്ഞാണ് കിടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വലിയ കയറ്റങ്ങൾ. ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി മുന്നോട്ടെടുത്തു. പെട്ടെന്ന് ഞാൻ വീണ്ടും മിററിലേക്ക് നോക്കി. ആ കാർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഷിനാസിൻ്റെ ബൈക്കിന് പിന്നിലായി. അതേ അകലം തന്നെ പാലിച്ചുകൊണ്ട്. എനിക്ക് ചെറുതായി സംശയം തോന്നാൻ തുടങ്ങി. റോഡിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. എതിർദിശയിലും വണ്ടികളൊന്നും വരുന്നില്ല. കാറിന് വേണമെങ്കിൽ എളുപ്പത്തിൽ ഷിനാസിനെ ഓവർടേക്ക് ചെയ്യാം.
എൻ്റെ ബൈക്കിനെയും മറികടന്നു പോകാം. റോഡ് വളരെ ക്ലിയറാണ്. പക്ഷെ എന്തോ ഡ്രൈവർ അതിന് ശ്രമിക്കുന്നില്ല. അയാൾ വളരെ കൃത്യമായൊരു താളത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ വേഗത കൂട്ടുമ്പോൾ അയാളും വേഗത കൂട്ടും. ഞങ്ങൾ സ്ലോ ആക്കുമ്പോൾ അയാളും സ്ലോ ആക്കും. ഞങ്ങൾക്കിടയിലുള്ള അകലം ഒരിക്കലും മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ മിററിലൂടെ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. മുൻവശത്തെ വിൻഡ് ഗ്ലാസിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളുടെ രൂപം വ്യക്തമല്ല. ഒരു ഇരുണ്ട നിഴൽ പോലെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഷിനാസെ, ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ പറഞ്ഞു. ഞങ്ങൾ 4 പേരും ഹെൽമെറ്റ് ഇൻ്റർകോം വഴി കണക്റ്റഡ് ആയിരുന്നു. എന്താടാ? ഷിനാസിൻ്റെ ശബ്ദം ഇയർ പീസിൽ കേട്ടു. നിന്റെ പുറകിലൊരു കാറ് വരുന്നുണ്ട്. കുറച്ചു നേരമായി. അവൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നില്ല. ആ, ഞാൻ കണ്ടു. ഒരു സിൽവർ കളർ സ്വിഫ്റ്റ് അല്ലേ? അവൻ വരട്ടെ, മൈൻഡ് ചെയ്യണ്ട. ഷിനാസ് വളരെ കൂളായിട്ട് പറഞ്ഞു. ഞാൻ തലയാട്ടി. അവൻ പറഞ്ഞത് ശരിയാണ്. ചില ഡ്രൈവർമാർക്ക് ബൈക്കുകളുടെ പുറകെ വരാൻ താല്പര്യമുണ്ടാകും. വളവുകളിൽ ബൈക്കുകൾ പോകുന്ന ലൈൻ ഫോളോ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കാണാൻ കഴിയാത്തത് എന്നെ അസ്വസ്ഥനാക്കി. സാധാരണ കാറുകളിൽ ഡ്രൈവറുടെ മുഖം കുറച്ചെങ്കിലും കാണാം. പക്ഷെ ഇതിൽ ഒന്നുമില്ല. വെറുമൊരു നിഴൽ മാത്രം. കറുത്ത വിൻഡോ ഗ്ലാസ് പോലുമല്ല. എന്നാലും ഉൾവശം ഇരുണ്ടിട്ടാണ്. 20 മിനിറ്റ് നേരത്തോളം ഞങ്ങൾ അതേ വേഗതയിൽ യാത്ര തുടർന്നു. അടിമാലി എത്താറായി. റോഡിൽ ട്രാഫിക് കൂടി തുടങ്ങി. ചെറിയ വീടുകളും കടകളും കണ്ടു തുടങ്ങി. ഞാൻ വീണ്ടും മിററിൽ നോക്കി. സ്വിഫ്റ്റ് ഇപ്പോഴും അവിടെയുണ്ട്. ട്രാഫിക് കൂടിയപ്പോൾ ആ കാർ ഷിനാസിൻ്റെ ബൈക്കിനോട് കുറച്ചുകൂടി അടുത്തു. അയാൾ ഇപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അടിമാലി ടൗൺ എത്തുന്നതിന് തൊട്ടു മുമ്പ് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. ഒരു വശം ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. അവിടെ ട്രാഫിക് ബ്ലോക്കായിരുന്നു. കുറഞ്ഞത് 10-12 വാഹനങ്ങളെങ്കിലും നിർത്തിയിട്ടിട്ടുണ്ട്. ഞാനും ബൈക്ക് നിർത്തി. എൻ്റെ തൊട്ടു പിന്നിലായി ഷിനാസും നിർത്തി. ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടി. ആ കാർ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ഇൻ്റർകോമിലൂടെ ചോദിച്ചു. ഇത്ര നേരം ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്ക് കണ്ടപ്പോൾ അവൻ വണ്ടി തിരിച്ചു, ഷിനാസ് പറഞ്ഞു. ഞാൻ മിററിലേക്ക് നോക്കി. അവിടെ ഒരു KSRTC ബസ്സാണ് കിടക്കുന്നത്. സ്വിഫ്റ്റ് അവിടെയില്ല. വണ്ടി തിരിച്ചോ? ഈ ബ്ലോക്കിൽ വെച്ചോ? ഞാൻ ചോദിച്ചു. റോഡിന് വീതി കുറവാണ്. അവിടെ വണ്ടി തിരിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ അതെ, അവൻ പെട്ടെന്ന് U-ടേൺ എടുത്ത് തിരിച്ചുപോയി. ഏതെങ്കിലും ലോക്കൽ ആളാവും, ഷിനാസ് പറഞ്ഞു. ഞാൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എൻ്റെ തോന്നലുകളെല്ലാം വെറുതെ ആയിരുന്നു. അതൊരു സാധാരണ കാറ് മാത്രമായിരുന്നു. ഡ്രൈവർക്ക് അടിമാലി വരെ വരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ചിന്തിച്ചു. ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗത കൂട്ടി. മൂന്നാർ ടൗണിലേക്കുള്ള അവസാനത്തെ കയറ്റങ്ങൾ. കാലാവസ്ഥ മാറി തുടങ്ങി. റോഡിൻ്റെ ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. വെയിലുണ്ടെങ്കിലും ഒരു പ്രത്യേക സുഖമുള്ള അന്തരീക്ഷം. വൈകുന്നേരം 4:30 ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റുകളുടെ വണ്ടികൾ, ലോക്കൽ ജീപ്പുകൾ. ഞങ്ങൾ ടൗണിൽ നിന്ന് മാറി ആനച്ചാൽ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് ഹോം സ്റ്റേകൾ കൂടുതലുള്ളത്. തിരക്കും ബഹളവും കുറവായിരിക്കും. ആനച്ചാലിലെ ഒരു വലിയ ഹോം സ്റ്റേക്ക് മുന്നിൽ ഞങ്ങൾ ബൈക്കുകൾ നിർത്തി. 3 നിലയുള്ള ഒരു വലിയ കെട്ടിടം. നല്ല വൃത്തിയുള്ള സ്ഥലം. ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയൊരു പാർക്കിംഗ് ഏരിയയുണ്ട്. അവിടെ 2 ഇന്നോവ കാറുകളും ഒരു ഫോർച്യൂണറും കിടക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ മറ്റു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പായി. ഞാൻ റിസപ്ഷനിൽ പോയി സംസാരിച്ചു. ഹോം സ്റ്റേ ഉടമ ഒരു മധ്യവയസ്കനാണ്. വളരെ ഫ്രണ്ട്ലി ആയ ഒരാൾ. ഞങ്ങൾക്ക് 3-ാമത്തെ നിലയിലെ ഒരു റൂം കിട്ടി. 2 വലിയ ബെഡ്റൂമുകളുള്ള ഒരു റൂം. ബാൽക്കണിയിൽ നിന്നാൽ തേയിലത്തോട്ടങ്ങൾ കാണാം. ഞങ്ങൾ ബാഗുകൾ റൂമിൽ വെച്ചു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. എല്ലാവരും ഫ്രഷായി. പിന്നെ ബാൽക്കണിയിൽ കുറച്ചു നേരം ഇരുന്നു. താഴെ പാർക്കിംഗ് ഏരിയയിൽ ഡ്രൈവർമാർ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്ന ശബ്ദം മുകളിലേക്ക് കേൾക്കാം. എല്ലാം വളരെ നോർമൽ. രാത്രി 8 മണിയായി. പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. ഞാൻ മൊബൈലെടുത്തു. ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്ന് 4 പേർക്കുള്ള ഡിന്നർ ഓർഡർ ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ ഫുഡ് വരും. ഞങ്ങൾ റൂമിലെ TV ഓൺ ചെയ്തു. സ്പോർട്സ് ചാനലിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും TVക്ക് മുന്നിലിരുന്നു. 9 മണിക്ക് ഡെലിവറി ബോയ് വന്നു. ഞാൻ താഴെ പോയി ഫുഡ് വാങ്ങി. ഞങ്ങൾ ബാൽക്കണിയിൽ ചെന്ന് നിലത്ത് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. രാത്രിയായി. മൂന്നാറിലെ തണുപ്പ് കൂടി വന്നു. താഴെ പാർക്കിംഗ് ഏരിയയിൽ വലിയ 2 ഫ്ലഡ് ലൈറ്റുകൾ ഓൺ ചെയ്തിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ ഞങ്ങളുടെ ബൈക്കുകൾ കാണാം. വരുൺ അവൻ്റെ ഐഫോൺ എടുത്തു. അവനെപ്പോഴും ഫോട്ടോകൾ എടുക്കുന്ന കൂട്ടത്തിലാണ്. അവൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ക്യാമറ തിരിച്ചു.
എടാ, ആ ലൈറ്റിൽ നമ്മുടെ വണ്ടികളിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? അവൻ പറഞ്ഞു. അവൻ 2-3 ഫോട്ടോകളും എടുത്തു. ഞാനും താഴേക്ക് നോക്കി. വെളിച്ചത്തിൽ ബൈക്കുകൾ തിളങ്ങുന്നുണ്ട്. അവിടെയെങ്ങും വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാറുകളുടെ അടുത്തും ഇപ്പോൾ ആളുകളില്ല. വളരെ ശാന്തമായൊരു അന്തരീക്ഷം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം 10:30 ഞങ്ങൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോഴാണ് വരുൺ ഗാലറിയിൽ അവനെടുത്ത ഫോട്ടോകൾ നോക്കാൻ തുടങ്ങിയത്. അഖിലേ, വരുൺ പെട്ടെന്ന് വിളിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. അവൻ മൊബൈൽ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മുഖത്തെന്തോ ഒരു ആശയക്കുഴപ്പം. എന്താടാ, ഞാൻ ചോദിച്ചു. ഷിനാസും ജിത്തുവും അടുത്തേക്ക് വന്നു. ഈ ഫോട്ടോ നോക്ക്. അവൻ സ്ക്രീൻ എനിക്ക് നേരെ തിരിച്ചു. ഞാൻ ഫോട്ടോയിലേക്ക് നോക്കി. താഴെ പാർക്കിംഗ് ഏരിയയുടെ ചിത്രമാണ്. ഞങ്ങളുടെ 2 ബൈക്കുകൾ. അതിൽ ഷിനാസിൻ്റെ ഡ്യൂക്കിൻ്റെ തൊട്ടടുത്തായി ഒരാൾ നിൽക്കുന്നു. കറുത്ത റൈഡിംഗ് ജാക്കറ്റ്, തലയിലൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ്. ഹെൽമെറ്റിൻ്റെ വൈസർ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അയാൾ ബൈക്കിന് അഭിമുഖമായി നിൽക്കുന്നു. ഇതാരാ? ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനത് നിന്നെ കാണിച്ചത്, വരുൺ പറഞ്ഞു. അവൻ സ്ക്രീനിൽ വിരൽ വെച്ചു. അതൊരു ലൈവ് ഫോട്ടോയായിരുന്നു. ആ ചിത്രം ചലിക്കാൻ തുടങ്ങി. 3 സെക്കൻഡുകൾ. ആദ്യത്തെ സെക്കൻഡിൽ ആ രൂപം അനങ്ങാതെ നിൽക്കുകയാണ്. രണ്ടാമത്തെ സെക്കൻഡിൽ അത് പതുക്കെ തലയുയർത്തി മുകളിലേക്ക്, നേരെ ക്യാമറയിലേക്ക്, ബാൽക്കണിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നേരെ. 3-ാമത്തെ സെക്കൻഡിൽ അത് അവസാനിച്ചു. ഞങ്ങൾ 4 പേരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. താഴെ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ബാൽക്കണിയിൽ പോയി താഴേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബൈക്കുകൾ മാത്രം. ഏതെങ്കിലും റൈഡറായിരിക്കും. വണ്ടിയുടെ മോഡൽ നോക്കാൻ വന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ കണ്ടു കാണില്ല. ഷിനാസ് നിശബ്ദതയ്ക്ക് വിരാമമിട്ടു. അത് തികച്ചും യുക്തിസഹജമായ ഒരു ഉത്തരമായിരുന്നു. ഈ ഹോം സ്റ്റേയിൽ വേറെയും ആളുകളുണ്ട്. അതിലാരെങ്കിലും ആകാം. വെറുതെ പുറത്തിറങ്ങി നടന്നപ്പോൾ ബൈക്ക് കണ്ടു നിന്നതാകാം. ഹെൽമറ്റ് വെച്ചത് ഒരുപക്ഷെ അയാൾ റൈഡിന് പോകാൻ നിന്നതുകൊണ്ടോ മറ്റോ ആവാം. അതുകൊണ്ട് ഞങ്ങൾ ആ നേരം അത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ആ ഫോട്ടോയിലെ രൂപത്തിൻ്റെ ആ നോട്ടം, അത് കൃത്യം ഞങ്ങളെ നോക്കിയായിരുന്നു. എനിക്കത് ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. ഞങ്ങൾ റൂമിൽ കയറി വാതിലടച്ചു. കിടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. അതൊരു അൺനോൺ നമ്പറായിരുന്നു. ട്രൂ കോളറിലും പേരില്ല. ഞാൻ കോൾ എടുത്തു. ഹലോ, ഞാൻ പറഞ്ഞു. മറുതലയ്ക്കൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ശബ്ദം. കാറ്റടിക്കുന്ന ശബ്ദം. സ്പീക്കറിൽ നിന്ന് ആ ഇരമ്പൽ റൂമിൽ കേൾക്കാം. ഹലോ, ആരാണ്? ഞാൻ വീണ്ടും ചോദിച്ചു. മറുപടിയൊന്നുമില്ല. ആ കാറ്റിൻ്റെ ശബ്ദം മാത്രം. അതൊരു കാറിൻ്റെയോ മറ്റോ ഉള്ളിൽ നിന്നുള്ള ശബ്ദമല്ല. ഒരു ബൈക്ക് റൈഡറുടെ ഹെൽമെറ്റിനുള്ളിലെ ഇൻ്റർകോമിൽ നിന്ന് കേൾക്കുന്ന പോലെയുള്ള ശബ്ദം. ഞാൻ കോള് കട്ട് ചെയ്തു. ആരാ? ജിത്ത് ചോദിച്ചു. അറിയില്ല, വല്ല റോങ് നമ്പറും ആകും. ഏതോ വണ്ടിയിൽ പോകുന്ന ആളാ. ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. എല്ലാവരും കിടന്നു. ഞാൻ ഫോണിൽ സമയം നോക്കി. രാത്രി 11:30. ഞാൻ കണ്ണുകൾ അടച്ചു. നാളത്തെ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ദാഹം തോന്നി. ഞാൻ എഴുന്നേറ്റ് മേശപ്പുറത്തേക്ക് നോക്കി. വെള്ളം കുപ്പികളെല്ലാം കാലിയാണ്. ഷിനാസെ, ഞാൻ പതുക്കെ വിളിച്ചു. അവൻ ഉറങ്ങിയിരുന്നില്ല. ഫോണിൽ എന്തോ നോക്കി കിടക്കുകയാണ്. എന്താടാ? അവൻ തിരിഞ്ഞു നോക്കി. വെള്ളം തീർന്നു. താഴെ വണ്ടിയിൽ 2 ബോട്ടിൽ ഇരിപ്പുണ്ട്. പോയി എടുക്കാം. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് വരുണും ജിത്തുവും എഴുന്നേറ്റു. സ്ഥലം പുതിയതായതുകൊണ്ടാകാം ആർക്കും ഉറക്കം വന്നിരുന്നില്ല. ഒടുവിൽ ഞങ്ങൾ 4 പേരും കൂടി താഴേക്ക് പോകാൻ തീരുമാനിച്ചു. റൂം പൂട്ടി ഞങ്ങൾ പടികളിറങ്ങി. താഴെ പാർക്കിംഗ് ഏരിയയിൽ അപ്പോഴും ലൈറ്റുകൾ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എൻ്റെ ബൈക്കിൻ്റെ സാഡിൽ ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ എടുത്തു. ആ സമയത്തും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു അസ്വാഭാവികതയും ഞങ്ങൾക്ക് തോന്നിയില്ല. വെള്ളമെടുത്ത് ഞങ്ങൾ ഉടനെ തന്നെ റൂമിലേക്ക് തിരികെ പോയി. ഞാൻ റൂമിനുള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് കുറ്റിയിട്ടു. പിന്നീട് എല്ലാവരും നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ 7 മണി. എൻ്റെ ഫോണിലെ അലാം അടിച്ചു. ഞാൻ എഴുന്നേറ്റ് ജനൽ വിരികൾ മാറ്റി. മൂന്നാറിലെ ശാന്തമായ പ്രഭാതം. മറ്റു 3 പേരും എഴുന്നേറ്റു. യാത്രാക്ഷീണം പൂർണ്ണമായും മാറിയിരുന്നു. 9 മണിയോടെ ഞങ്ങളുടെ പാക്കിംഗ് കഴിഞ്ഞു. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഞങ്ങളുടെ വണ്ടികൾ ഇരിക്കുന്നത് കാണാമായിരുന്നു. ഇന്നലത്തെ ആ ലൈവ് ഫോട്ടോയെക്കുറിച്ച് ആരും ഒന്നും സംസാരിച്ചില്ല.
അതൊരു റൈഡർ വണ്ടിയുടെ മോഡൽ നോക്കാൻ വന്നതാണെന്ന് തന്നെ ഞാൻ ഉള്ളിൽ പറഞ്ഞു. ലോജിക്കലായി ചിന്തിക്കാൻ മാത്രമാണ് എൻ്റെ മനസ്സ് ശ്രമിച്ചത്. ഞങ്ങൾ റൂം പരിശോധിച്ചു ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. ബാഗുകളെടുത്ത് ഞങ്ങൾ താഴേക്ക് നടന്നു. റിസപ്ഷനിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഹോം സ്റ്റേ ഉടമ നിൽപ്പുണ്ട്. അയാൾ എന്തൊക്കെയോ കണക്കുകൾ എഴുതുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു. എന്താ രാവിലെ തന്നെ ഇറങ്ങുകയാണോ? അയാൾ ചോദിച്ചു. അതെ ചേട്ടാ, നാട്ടിലെത്താൻ കുറച്ച് സമയമെടുക്കും. എത്രയായി ബില്ല്? ഞാൻ ചോദിച്ചു. ഞാൻ താക്കോൽ മേശപ്പുറത്ത് വെച്ചു. പൈസ അയക്കാൻ വേണ്ടി ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. അയാൾ ബില്ല് തയ്യാറാക്കി എനിക്ക് നേരെ നീട്ടി. ഞാൻ എമൗണ്ട് ടൈപ്പ് ചെയ്യാൻ നേരത്താണ് അയാൾ വളരെ സ്വാഭാവികമായി ആ ചോദ്യം ചോദിച്ചത്. നിങ്ങളുടെ കൂടെ ഇന്നലെ രാത്രി വന്ന ആ പയ്യനെവിടെ? അവൻ നേരത്തെ പോയോ? ഒരു വണ്ടി മാത്രമേ ഇവിടെ നിന്ന് രാവിലെ പോയിട്ടുള്ളൂ. ഞാൻ ഗൂഗിൾ പേ പിന്നടിക്കുന്നത് നിർത്തി അയാളെ നോക്കി. എൻ്റെ കൂട്ടുകാരും പരസ്പരം നോക്കി. ഞങ്ങൾ 4 പേരേ ഉള്ളൂ ചേട്ടാ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 ബൈക്കിലാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ റൂം എടുക്കുമ്പോൾ നമ്മൾ സംസാരിച്ചതല്ലേ? അയാളുടെ മുഖത്ത് ചെറിയൊരു ആശയക്കുഴപ്പം വന്നു. അയാൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മുഖമുയർത്തി എന്നെ നോക്കി. അല്ലല്ലോ, ഇന്നലെ രാത്രി 11:30 നിങ്ങൾ താഴെ വന്ന് വണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് മുകളിലേക്ക് പോയില്ലേ? അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു പയ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ബൈക്കിൻ്റെ അടുത്ത് നിന്ന് അവൻ. എൻ്റെ കൈകൾ നിശ്ചലമായി. വരുൺ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ 4 പേരാണ് താഴെ വന്നത്. വെള്ളമെടുത്ത ഉടനെ തന്നെ തിരിച്ചു കയറി പോവുകയും ചെയ്തു. ഷിനാസ് ഇടപെട്ടു. അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. ഹോം സ്റ്റേ ഉടമയ്ക്ക് അതത്ര ബോധിച്ചില്ല. അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾ ചുമ്മാ പറയുകയാണോ? ഞാനിവിടെ ഇരുന്ന് കണ്ടതാണ്. നിങ്ങൾ 5 പേർ ഒരുമിച്ച് പടികൾ കയറി പോകുന്നത്. കറുത്ത ജാക്കറ്റും ഹെൽമറ്റും വെച്ച ഒരുത്തൻ. ആ വാക്കുകൾ ഞങ്ങളെ നിശബ്ദരാക്കി. ഇന്നലത്തെ ഫോട്ടോയിലെ അതേ രൂപം. ഞങ്ങൾക്ക് ആ CCTV ഒന്ന് കാണാൻ പറ്റുമോ? ജിത്ത് ചോദിച്ചു. അവൻ്റെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. പിന്നെന്താ? അയാൾ മൗസ് അനക്കി സിസ്റ്റത്തിലെ CCTV ഫോൾഡർ ഓപ്പൺ ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാത്രി 11:32 നിങ്ങൾ പടികൾ കയറിയത്. ഞങ്ങൾ 4 പേരും ആ ചെറിയ സ്ക്രീനിന് മുന്നിലേക്ക് നിരന്നു നിന്നു. ഞാൻ സ്ക്രീനിലെ സമയത്തിലേക്ക് നോക്കി. അത് മാറി മാറി വരുന്നുണ്ട്. ക്യാമറ ആംഗിൾ പ്രധാന വാതിലിലേക്കും കോണിപ്പടികളിലേക്കുമാണ്. കൃത്യം 11:32 ഞങ്ങൾ 4 പേരും ക്യാമറയുടെ ഫ്രെയിമിലേക്ക് വന്നു. ഞാൻ മുന്നിൽ നടക്കുന്നു. എൻ്റെ കയ്യിൽ 2 വാട്ടർ ബോട്ടിലുകളുണ്ട്. എനിക്ക് പിന്നിലായി ഷിനാസും വരുണും. അവർ സംസാരിച്ച് നടക്കുകയാണ്. ഏറ്റവും പിന്നിലായി ജിത്തു. ഞങ്ങൾ പടികൾ കയറാൻ തുടങ്ങി. ഹോം സ്റ്റേ ഉടമ വീഡിയോ പോസ് ചെയ്തു. ദേ ഇത് നോക്ക്. അയാൾ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. ഞങ്ങളുടെ നോട്ടം അവിടേക്ക് പതിഞ്ഞു. എനിക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ. ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ജിത്തുവിന് തൊട്ടു പിന്നിൽ, അവനിൽ നിന്ന് 1 മീറ്റർ പോലും അകലമില്ലാതെ മറ്റൊരാൾ നടക്കുന്നു. ഇന്നലെ ഫോട്ടോയിൽ കണ്ട അതേ രൂപം. കറുത്ത റൈഡിംഗ് ജാക്കറ്റ്, ഫുൾ ഫേസ് ഹെൽമറ്റ്. ഹെൽമറ്റിൻ്റെ വൈസർ പൂർണ്ണമായും താഴ്ത്തിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഷോർട്ട്സും ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അതിനിടയിൽ അവൻ മാത്രം മുഴുവൻ റൈഡിംഗ് ഗിയറുകളോടെ. ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. ആ രൂപത്തിൻ്റെ നടത്തത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വളരെ ശാന്തമായ ചുവടുകൾ. ഞങ്ങൾ 4 പേരും സംസാരിച്ചും ചിരിച്ചുമാണ് പടികൾ കയറുന്നത്. പക്ഷേ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ വളരെ സ്വാഭാവികമായി അവനും നടന്നു വരുന്നു. ഒരൊറ്റ ഫ്രെയിമിൽ പോലും അവൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല. അവൻ തല കുനിച്ചാണ് നടക്കുന്നത്. ഇനി മുകളിലത്തെ ക്യാമറ നോക്കാം, ഹോം സ്റ്റേ ഉടമ പറഞ്ഞു. അയാൾ അടുത്ത വീഡിയോ പ്ലേ ചെയ്തു. അത് 3ാമത്തെ നിലയിലെ കോറിഡോറാണ്. ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ അതിൽ കാണാം. സമയം 11:32:40. ഞാൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറക്കുകയാണ്. ഷിനാസ് എൻ്റെ ഇടതുവശത്തുണ്ട്. വലതുവശത്ത് വരുണും ജിത്തുവും. അവരുടെ തൊട്ടുപിന്നിൽ ആ 5ാമൻ നിൽക്കുന്നു. ഞങ്ങളാരും അവനെ ശ്രദ്ധിക്കുന്നേയില്ല. അവൻ ഞങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുകയാണ്. വാതിൽ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. എനിക്ക് പിന്നാലെ ഷിനാസും കയറി. പെട്ടെന്ന് വീഡിയോയിലുള്ള ഞാൻ തിരിഞ്ഞു നിന്ന് വരുണിനോട് എന്തോ പറയുന്നു. വരുൺ ചിരിക്കുന്നു. ആ സെക്കൻഡിൽ ഞങ്ങൾക്കിടയിലുള്ള ആ ചെറിയ വിടവിലൂടെ വളരെ വേഗത്തിൽ ആ രൂപം റൂമിനകത്തേക്ക് കടന്നു. ഒരു നിഴൽ കടന്നു പോകുന്നത് പോലെ. ഞങ്ങളാരും അത് അറിയുന്നുമില്ല. ഏറ്റവും ഒടുവിലാണ് വരുണും ജിത്തുവും റൂമിലേക്ക് കയറിയത്. ശേഷം ഞാൻ വാതിലടച്ചു. വീഡിയോ അവിടെ അവസാനിച്ചു. ഞാൻ ഹോം സ്റ്റേ ഉടമയുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അയാളെ സംബന്ധിച്ച് അത് വളരെ സാധാരണമായൊരു കാര്യമാണ്. 5 കൂട്ടുകാർ റൂമിലേക്ക് പോകുന്നു.
അതിലൊരാൾ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ എനിക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ആ ചെറിയ മുറിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചു. ഇന്നലെ രാത്രി ഞാൻ തന്നെയാണ് വാതിലടച്ച് കുറ്റിയിട്ടത്. രാവിലെ ഞാൻ തന്നെയാണ് അത് തുറന്നത്. അതിനിടയിൽ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ ഇപ്പോഴും ആ റൂമിലുണ്ടോ? ഞാൻ ബാഗുകൾ റിസപ്ഷനിൽ വെച്ച് തിരികെ പടികൾ ഓടിക്കയറി. ഷിനാസും എൻ്റെ പിന്നാലെ വന്നു. 3-ാമത്തെ നിലയിലെത്തി ഞങ്ങൾ വാതിൽ തുറന്നു. റൂം ശൂന്യമായിരുന്നു. ബാത്റൂമിലും ആരുമില്ല. കട്ടിലിനടിയിലും ബാൽക്കണിയിലും ഒരിടത്തും ആരുമില്ല. CCTVയിലെ ദൃശ്യങ്ങൾ ശരിക്കുമുള്ളതാണ്. എൻ്റെ യുക്തി പരാജയപ്പെടുകയായിരുന്നു. അത് മനുഷ്യനല്ല എന്ന് എൻ്റെ മനസ്സെന്നോട് പറയാൻ തുടങ്ങി. നമുക്കിവിടുന്ന് പോകാം. താഴെ എത്തിയപ്പോൾ ഷിനാസ് പറഞ്ഞു. അവൻ്റെ മുഖം വിളറിയിരുന്നു. ഞാൻ ഗൂഗിൾ പേ വഴി പണം അയച്ചു. ഹോം സ്റ്റേ ഉടമയോട് യാത്ര പോലും പറയാതെ ഞങ്ങൾ ബൈക്കുകൾക്കടുത്തേക്ക് നടന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എല്ലാവരും വേഗം വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം ദൂരേക്ക് പോകണം. അതുമാത്രമായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. ആനച്ചാൽ ടൗണിൽ നിന്ന് ബൈക്കുകൾ ഹൈവേയിലേക്ക് കയറി. വെയിൽ വീണു തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊന്നുമായിരുന്നില്ല. ഇന്നലെ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ അവൻ ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. ആദ്യം ആ കാറിൽ, പിന്നെ ബൈക്കിനരികിലായി, ഒടുവിൽ ഞങ്ങളുടെ റൂമിനുള്ളിലായും അവനെത്തി. അവൻ എന്താണ് വേണ്ടത്? അവൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾ മൂന്നാർ ചുരം ഇറങ്ങാൻ തുടങ്ങി. ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര. ഒരു വശത്ത് വലിയ കൊക്കയാണ്, മറുവശത്ത് കൂറ്റൻ പാറക്കെട്ടുകൾ. 1 മണിക്കൂർ കഴിഞ്ഞു. ആരും പരസ്പരം ഇൻ്റർകോമിലൂടെ ഒന്നും തന്നെ സംസാരിച്ചില്ല. എല്ലാവരും അവരവരുടെ ചിന്തകളിലായിരുന്നു. ഞാൻ ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി. എത്രയും വേഗം എറണാകുളത്തെത്തണം. പെട്ടെന്ന് എൻ്റെ ഹെൽമെറ്റിലെ ഇൻ്റർകോമിൽ ചെറിയൊരു നോയ്സ് കേട്ടു. കണക്ഷൻ ഡിസ്കണക്റ്റ് ആകുന്നത് പോലെയുള്ള ശബ്ദം. ഷിനാസെ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. ഞാൻ വീണ്ടും വിളിച്ചു. ഡാ വരുണേ, ജിത്തു. ആരും ഒന്നും പറയുന്നില്ല. ഞാൻ മിററിലേക്ക് നോക്കി. ഷിനാസിൻ്റെ ഡ്യൂക്ക് എൻ്റെ പിന്നിലുണ്ട്. ഞാൻ ബൈക്കിൻ്റെ വേഗത കുറച്ചു. അപ്പോഴാണ് ഞാൻ അക്കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നത് പോലെ തോന്നി. ഷിനാസിൻ്റെ ബൈക്കിന് പുറകിൽ വരുണില്ല. അവൻ ഒറ്റയ്ക്കാണ് ബൈക്ക് ഓടിക്കുന്നത്. വരുൺ എവിടെ പോയി? ഞാൻ വേഗം ബ്രേക്ക് പിടിച്ച് ബൈക്ക് റോഡരികിലേക്ക് നിർത്തി. എൻ്റെ പുറകിലിരുന്ന ജിത്തു ബൈക്കിൽ നിന്നും ഇറങ്ങി. എൻ്റെ തൊട്ടുപിന്നിലായി ഷിനാസും വണ്ടി നിർത്തി. അവൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടു. എന്താടാ വണ്ടി നിർത്തിയത്? ഇൻ്റർകോം വർക്ക് ചെയ്യാത്തതുകൊണ്ട് അവൻ ഉച്ചത്തിൽ ചോദിച്ചു. വരുൺ എവിടെ? ഞാൻ ചോദിച്ചു. അവൻ ഹെൽമെറ്റ് ഊരി ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കി. വരുണോ? അവനെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ അവിടെ വിട്ടില്ലേ? അവൻ്റെ മുഖത്തെ അഭാവം എൻ്റെ സമനില തെറ്റിച്ചു. അവൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ ചുറ്റും നോക്കി. ഹൈവേയിൽ വേറെ വണ്ടികളൊന്നുമില്ല. ഞാനും ജിത്തുവും അവനും മാത്രം. ഷിനാസ്, കളി നിർത്തടാ. വരുൺ എവിടെ? നീ എവിടെ അവൻ ഇറക്കിയത്? ഞാൻ ദേഷ്യത്തോടെ അവനടുത്തേക്ക് ചെന്നു. അവൻ ചിരി നിർത്തിയില്ല. അവൻ തൻ്റെ ജാക്കറ്റിൻ്റെ സിബ് പതുക്കെ താഴേക്ക് വലിച്ചു. അപ്പോൾ ഞാനത് കണ്ടു. രാവിലെ റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഷിനാസ് ധരിച്ചിരുന്നത് നീല നിറത്തിലുള്ള ഡെനിം ജാക്കറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനിട്ടിരിക്കുന്നത് അതല്ല. അതൊരു കറുത്ത റൈഡിംഗ് ജാക്കറ്റായിരുന്നു. ഇന്നലെ രാത്രി CCTVയിൽ കണ്ട അതേ കറുത്ത ജാക്കറ്റ്. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഷിനാസിനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ ചിരിയിലൊരു പരിഹാസമുണ്ടായിരുന്നു. നീ എന്തായി പറയുന്നത്? വരുൺ എവിടെ? ഞാൻ വീണ്ടും ചോദിച്ചു. എൻ്റെ ശബ്ദം റോഡിലെ കാറ്റിൽ അലിഞ്ഞുപോയി. എൻ്റെ പിന്നിൽ നിന്ന് ജിത്തു മുന്നോട്ട് വന്നു. അവൻ ഷിനാസിൻ്റെ ബൈക്കിൻ്റെ പിൻസീറ്റിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. അളിയ, നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഒരുമിച്ചല്ലേ ഇറങ്ങിയത്? വരുൺ നിൻ്റെ വണ്ടിയിലല്ലേ കയറിയത്? ജിത്തുവിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കരയുന്നത് പോലെ തോന്നി. ഷിനാസ് ഹെൽമറ്റ് വണ്ടിയുടെ കണ്ണാടിയിൽ വെച്ചു. അവൻ വളരെ കൂളായി താക്കോലൂരി കയ്യിൽ പിടിച്ചു. റോഡരികിലെ സംരക്ഷണ ഭിത്തിയിൽ അവൻ ചാരി നിന്നു. അവൻ ആ കാറിൽ പോയി. ഷിനാസ് പറഞ്ഞു. ഏത് കാറ്? ആ സിൽവർ സ്വിഫ്റ്റ്. അവർ അവനെ കൊണ്ടുപോയി. അവൻ പറഞ്ഞത് കേട്ട് എനിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഏത് കാറ്? നമ്മൾ ഇന്നലെ കണ്ട കാറാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? അവനെപ്പോഴാണ് അതിൽ കയറിയത്? ഷിനാസ് വളരെ ശാന്തമായി എന്നെ നോക്കി. അവൻ നമ്മളോട് യാത്ര പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവൻ്റെ കണ്ണുകളിൽ ഒരു ഭാവവ്യത്യാസവുമില്ല. അവൻ കള്ളം പറയുന്നതാണെന്ന് തോന്നുന്നേയില്ല. അവൻ വിശ്വസിക്കുന്ന ഒരു സത്യം പറയുന്നത് പോലെ.
എൻ്റെ ഓർമ്മകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? ഇന്ന് രാവിലെ ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങുമ്പോൾ വരുൺ എൻ്റെ കൂടെയുണ്ടായിരുന്നു. ഞാൻ ബില്ല് കൊടുക്കുന്നത് അവൻ നോക്കി നിന്നിരുന്നതാണ്. അത് കഴിഞ്ഞ് അവൻ ഷിനാസിൻ്റെ കൂടെ വണ്ടിയിൽ കയറുന്നതും ഞാൻ കണ്ടതാണ്. ഞാൻ വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. വരുണിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഫോൺ സ്പീക്കറിലിട്ടു. മൂന്നാമത്തെ റിങ്ങിൽ കോൾ കണക്റ്റായി. ആ അഖിലേ, പറയടാ. വരുണിൻ്റെ ശബ്ദം. എനിക്ക് ആശ്വാസം തോന്നി. എടാ, നീ എവിടെയാ? നീ എന്തിനാ വണ്ടിയിൽ നിന്നിറങ്ങിയത്? മറുതലയ്ക്കൽ കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഏതോ ഒരിടത്താണ് അവനുള്ളത്. പിന്നെ അവൻ ചോദിച്ചു, വണ്ടിയിൽ നിന്നോ? ഏതു വണ്ടിയിൽ നിന്ന്? നിങ്ങളിപ്പോൾ എവിടെയാ? ഞാൻ റൂമിൽ തന്നെയുണ്ട്. റൂമിലോ? ഞാൻ ജിത്തുവിനെ നോക്കി. അവനും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതെ, ഞാൻ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ 3 പേരെയും കണ്ടില്ല. എൻ്റെ ബാഗും എവിടെയുണ്ട്? നിങ്ങൾ എവിടെ പോയതാ? വരുൺ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. രാവിലെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഹോം സ്റ്റേ ഉടമ പറഞ്ഞത് ഞങ്ങൾ 4 പേരാണെന്നാണ്. CCTVയിൽ ഞങ്ങൾ 4 പേരെ കണ്ടു. പിന്നെ വരുൺ എങ്ങനെയാണ് റൂമിൽ തന്നെ എത്തിയത്? നീ ആ റൂമിൽ തന്നെയാണോ ഉള്ളത്? ആനച്ചാലിലെ ഹോം സ്റ്റേയിൽ? ഞാൻ ഉറപ്പിക്കാനായി ചോദിച്ചു. അതെ അഖിലേ, നിങ്ങളെവിടെയാ? വണ്ടി എടുത്തുകൊണ്ട് പോയോ? ഞാൻ ഷിനാസിനെ നോക്കി. അവനിതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അവൻ താഴെ കൊക്കയിലേക്ക് നോക്കി നിൽക്കുകയാണ്. വരുണേ, നീ അവിടെ തന്നെ നിൽക്ക്, പുറത്തിറങ്ങണ്ട. ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞാൻ കോൾ കട്ട് ചെയ്തു. ജിത്തു എൻ്റെ കയ്യിൽ പിടിച്ചു. ഡാ, വരുൺ എങ്ങനെയാ റൂമിലെത്തിയത്? അവൻ നമ്മുടെ കൂടെ വന്നതല്ലേ? നമ്മൾ തിരികെ റൂമിൽ കയറി നോക്കുമ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നതല്ലേ? എനിക്കുത്തരമില്ലായിരുന്നു. എൻ്റെ ഓർമ്മകൾ, ഞാൻ കണ്ട കാഴ്ചകൾ എല്ലാം സത്യത്തിൽ എന്തായിരുന്നു? ഷിനാസ് പറയുന്നു കാറിൽ വരുണിനെ കൊണ്ടുപോയി എന്ന്. വരുൺ പറയുന്നു അവൻ റൂമിലുണ്ടെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഞാൻ ഷിനാസിൻ്റെ അടുത്തേക്ക് നടന്നു. നമുക്ക് തിരിച്ചു പോകണം. വരുൺ ആ റൂമിൽ തന്നെയുണ്ട്, ഞാൻ പറഞ്ഞു. ഷിനാസ് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. അവനവിടെയില്ല. അവൻ ആ കാറിലാണുള്ളത്. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് ബൈക്കിൽ കയറി താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എനിക്കവനെ തടയാൻ കഴിയുന്നതിന് മുമ്പേ അവൻ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്ത് എറണാകുളം ഭാഗത്തേക്ക് അവൻ അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി. എടാ, വേഗം അവൻ്റെ പുറകെ വിട്, ജിത്തു വിളിച്ചു പറഞ്ഞു. ഞാൻ ബൈക്കിലേക്ക് ചാടിക്കയറി. അവൻ വേഗം എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറി. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗ്യാപ്പ് റോഡിലൂടെ എൻ്റെ വണ്ടി കുതിച്ചു. ഷിനാസ് വളരെ അലക്ഷ്യമായാണ് വണ്ടി ഓടിക്കുന്നത്. വലിയ വളവുകളിൽ പോലും അവൻ വേഗത കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ടൂറിസ്റ്റ് ബസ്സുകളെ അവൻ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തു പോയി. അവനെ ഫോളോ ചെയ്യാൻ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. എൻ്റെ ലക്ഷ്യം അവനെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയാം. ആ കറുത്ത ജാക്കറ്റ് അവൻ എങ്ങനെ കിട്ടി? അവൻ എന്തിനാണ് വരുൺ കാറിലാണെന്ന് പറയുന്നത്? ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഏകദേശം 5 കിലോമീറ്റർ ഞങ്ങൾ അവനെ പിന്തുടർന്നു. മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ വ്യൂ പോയിൻ്റ്. അവിടെ കുറേ ജീപ്പുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലം. അവിടെ വെച്ച് അവൻ വണ്ടി നിർത്തി. ഞാനും വണ്ടി നിർത്തി. അവൻ ബൈക്കിൽ നിന്നിറങ്ങി ഒരു കടയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അവനടുത്തേക്ക് ഓടിച്ചെന്നു. ചുറ്റും ആളുകളുള്ളത് എനിക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു. ഷിനാസെ, നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? നമുക്ക് വരുണിനെ എടുക്കാൻ പോകണം. ഞാൻ അവൻ്റെ തോളിൽ പിടിച്ച് തിരിച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവൻ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് എൻ്റെ നേരെ തിരിച്ചു. ഇത് നോക്ക്, അവൻ പറഞ്ഞു. അതൊരു സെൽഫി ആയിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ റൂമിൽ വെച്ചെടുത്തത്. പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ഫോട്ടോയിൽ ഞങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂ. ഞാനും ഷിനാസും ജിത്തുവും. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. വരുൺ അതിലില്ല. ഇതെങ്ങനെ? വരുൺ എവിടെ പോയി? ജിത്തു ചോദിച്ചു. നമ്മൾ കൂടെ കൂട്ടിയത് വരുണിനെയല്ല, അവൻ പറഞ്ഞു. നമ്മൾ കൂടെ കൂട്ടിയത് മറ്റൊരാളെയാണ്. അവൻ ആ കറുത്ത ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം പുറത്തെടുത്തു. അതൊരു ഐഡൻറ്റിറ്റി കാർഡായിരുന്നു. അവൻ അതെൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ കാർഡിലേക്ക് നോക്കി. അതൊരു കോളേജ് ID കാർഡാണ്. പേര് വരുൺ ദാസ്. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തായ വരുണിൻ്റെ ID കാർഡ്. ഇതവൻ്റെ കാർഡല്ലേ? ഇതിലിപ്പോൾ എന്താ? ഞാൻ ചോദിച്ചു. ഷിനാസ് കാർഡിലെ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ മനസ്സിൻ്റെ യുക്തി അവിടെ അവസാനിച്ചു. ആ ID കാർഡിൽ വരുണിൻ്റെ പേരാണ്. ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ
അതിലെ ഫോട്ടോ വരുണിൻ്റേതല്ല, അത് ഷിനാസിൻ്റെ ഫോട്ടോയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഷിനാസിൻ്റെ മുഖം. ഞാൻ ID കാർഡ് തിരികെ കൊടുത്തു. എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ ആരുടെ കൂടെയാണ് യാത്ര വന്നത്? വരുൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ചതാണല്ലോ. അഖിലേ, ജിത്തു എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൻ ആ കാർഡ് കണ്ടിരുന്നില്ല. നമുക്ക് വേഗം തിരിച്ചു പോകാം. വരുൺ ആ ഹോം സ്റ്റേയിലുണ്ട്. അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ടാകും. ഷിനാസിന് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് അവനെയും കൂടി ആശുപത്രിയിൽ പോകാം. ഞാൻ ഷിനാസിനെ നോക്കി. അവൻ വളരെ ശാന്തനാണ്. അവൻ ID കാർഡ് തിരികെ പോക്കറ്റിലിട്ടു. നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല, ഷിനാസ് പറഞ്ഞു. ആ സ്വിഫ്റ്റ് വരുന്നതുവരെ എനിക്കിവിടെ നിൽക്കണം. പക്ഷേ എനിക്ക് ഷിനാസിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ തോന്നിയില്ല. എന്നാൽ എനിക്ക് വരുണിനെ കണ്ടുപിടിക്കുകയും വേണം. അവനാണിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത്. റൂമിൽ അവൻ സുരക്ഷിതനാണോ എന്ന് പോലും ഉറപ്പില്ല. ഷിനാസ് ഈ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ കരുതി. നീ ഇവിടെ നിന്നോ, എങ്ങോട്ടും പോകരുത്. ഞാൻ അവനെയും കൂട്ടി വരാം. ഞാൻ എൻ്റെ ബൈക്കിനടുത്തേക്ക് നടന്നു. ഞാനും ജിത്തുവും ബൈക്കിൽ കയറി. ഞാൻ വണ്ടി U-ടേൺ എടുത്തു. മൂന്നാറിലേക്ക് തിരികെ പോകണം, ആനച്ചാലിലെ ഹോം സ്റ്റേയിലേക്ക്. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തതും എതിർദിശയിൽ നിന്ന് ഒരു വാഹനം ഞങ്ങളെ കടന്നുപോയി. ഒരു മാരുതി സിൽവർ കളർ സ്വിഫ്റ്റ്, KL 17 രജിസ്ട്രേഷൻ. അത് ഷിനാസിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നത് ഞാൻ മിററിലൂടെ കണ്ടു. ഞാൻ വേഗം ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി. കാറിൻ്റെ മുൻവശത്തെ ഡോറ് തുറന്ന് ഷിനാസ് വളരെ കൂളായി അതിനകത്തേക്ക് കയറുന്നത് ഞാൻ കണ്ടു. ഡോർ അടഞ്ഞു. വണ്ടി അതിവേഗത്തിൽ മുന്നോട്ടെടുത്തു, എറണാകുളം ഭാഗത്തേക്ക്. അവൻ്റെ പുറകെ വിട്, ജിത്തു പറഞ്ഞു. ഞാൻ വീണ്ടും വണ്ടി തിരിച്ച് ആ കാറിന് പുറകെ വിട്ടു. അത് വളരെ വേഗത്തിലാണ് പോയിരുന്നത്. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പരമാവധി വേഗത്തിൽ അതിനെ പിന്തുടർന്നു. വരുണിനെ റൂമിൽ നിന്ന് പിന്നീട് എടുക്കാം. ആദ്യം ഷിനാസിനെ തടയണം. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് കണ്ടു. ഒരു മരം വീണ് കിടക്കുകയാണ്. കാറുകൾ വരി വരിയായി കിടക്കുന്നു. ആ സിൽവർ സ്വിഫ്റ്റ് ആ വരിയിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ബൈക്ക് വെട്ടിച്ച് മറ്റു വണ്ടികൾക്കിടയിലൂടെ ആ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഡ്രൈവറുടെ ഡോറിനടുത്ത് വണ്ടി നിർത്തി. ഞാൻ ഗ്ലാസ്സിൽ തട്ടി. വണ്ടിക്കുള്ളിൽ ആളുണ്ട്, പക്ഷേ ആ ഗ്ലാസ് ഡാർക്കാണ്. വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിലുള്ളയാളെ കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മുൻവശത്തെ ഇടത് ഡോറിൻ്റെ ഗ്ലാസ് പകുതി താഴ്ന്നു. ഷിനാസ് കയറിയ സീറ്റ്. ഞാൻ ബൈക്കിൽ നിന്നിറങ്ങി ആ ഡോറിനടുത്തേക്ക് ചെന്ന് ഉള്ളിലേക്ക് നോക്കി. അവിടെ ഷിനാസ് ഇല്ലായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലും ആരുമില്ല. വണ്ടി സ്റ്റാർട്ടല്ല, താക്കോല് പോലുമില്ല. അതൊരു ശൂന്യമായ കാറായിരുന്നു. സീറ്റുകളിൽ ആരുമില്ല. പക്ഷേ പിൻസീറ്റിൽ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഹോം സ്റ്റേയിൽ വെച്ച് കണ്ട ആൾ വെച്ചിരുന്ന ആ ഫുൾ ഫേസ് ഹെൽമെറ്റ്, അതിന് താഴെ ആ ID കാർഡും. ഞാൻ കാറിൻ്റെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു വലിച്ചു. അത് ലോക്കായിരുന്നില്ല. ഡോറ് തുറന്നു. കാറിനുള്ളിൽ ആരുമില്ല. അപ്പോഴാണ് എൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത്. വരുണിൻ്റെ നമ്പറിൽ നിന്ന്. ഞാൻ ആ ശൂന്യമായ കാറിലേക്ക് നോക്കിക്കൊണ്ട് കോൾ എടുത്തു. അഖിലേ, വരുണിൻ്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. അവൻ കരയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഡാ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ അവിടെ തന്നെ നിൽക്കണേ, ഞാൻ പറഞ്ഞു. അഖിലേ, നീ ആ വാതിലിൽ മുട്ടുന്നതൊന്ന് നിർത്താമോ? എനിക്ക് പേടിയാവുന്നു, അവൻ പറഞ്ഞു. ഞാൻ സ്തംഭിച്ചു പോയി. എടാ, ഞാൻ അവിടെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ റോഡിലാണ് നിൽക്കുന്നത്. പിന്നെ ആരാ ഇത്? ഡോറിൻ്റെ പുറത്തുള്ളയാൾ നിന്റെ ശബ്ദത്തിൽ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്. വരുണേ, നീ എന്തു വന്നാലും വാതിൽ തുറക്കരുത്, ഞാൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളിപ്പോഴും ഹോം സ്റ്റേയിൽ എത്തിയിട്ടില്ല. പുറത്തു നിൽക്കുന്നത് ഞാനല്ല. മറുതലക്കിൽ നിന്നും വരുണിൻ്റെ കരച്ചിൽ കേട്ടു. അവൻ ഭയന്നു വിറയ്ക്കുകയാണ്. ഫോൺ കട്ട് ചെയ്ത് ഞാൻ ബൈക്കിലേക്ക് ഓടി. ജിത്തുവിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിരുന്നു. ഷിനാസ് ആ ശൂന്യമായ കാറിൽ കയറിപ്പോയി. ഇപ്പോൾ റൂമിന് പുറത്ത് എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് മറ്റൊരാളാണ്. എങ്ങനെയൊക്കെയോ ട്രാഫിക് ബ്ലോക്ക് മറികടന്ന് ഞങ്ങൾ തിരികെ മൂന്നാറിലേക്ക് വിട്ടു. ആനച്ചാലിലെ ഹോം സ്റ്റേയിലെത്തുമ്പോൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പടികൾ ഓടിക്കയറി. 3-ാമത്തെ നിലയിൽ ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പുറത്ത് കോറിഡോറിൽ ആരുമില്ല. ഞാൻ വാതിലിൽ തട്ടി. വരുണേ, ഞാനാടാ, അഖിൽ, നീ വാതിൽ തുറക്ക്. കുറച്ചു നേരത്തേക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. ഞാൻ വീണ്ടും തട്ടി. ഒടുവിൽ കുറ്റി സാവധാനം മാറുന്ന ശബ്ദം കേട്ടു. വാതിൽ പതുക്കെ തുറന്നു. വരുൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് രക്തയോട്ടമില്ല. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അവനെയും കൂട്ടി റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു. അഖിലേ, നീ സംസാരിക്കുന്നത് പോലെ തന്നെ,
നിന്റെ അതേ ശബ്ദം. അവൻ എന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞു. വരുൺ പറഞ്ഞുകൊണ്ടിരുന്നു. ഷിനാസ്, അവനെവിടെ? അവൻ ചോദിച്ചു. ഞാൻ ജിത്തുവിനെ നോക്കി. ഷിനാസിന് സംഭവിച്ചത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഹോം സ്റ്റേ ഉടമയെ കണ്ട് CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. 10 മിനിറ്റ് മുമ്പത്തെ കോറിഡോറിലെ ക്യാമറ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. ഞങ്ങളുടെ റൂമിൻ്റെ വാതിലിന് പുറത്ത് ആ കറുത്ത ജാക്കറ്റിട്ട രൂപം നിൽപ്പുണ്ടായിരുന്നു. ഇത്തവണ അവൻ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പതിയെ അവൻ്റെ മുഖം ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞു. ആ മുഖം ഞങ്ങൾക്ക് ചിരപരിചിതമായിരുന്നു. അത് ഷിനാസ് ആയിരുന്നു. യാതൊരു വികാരവുമില്ലാത്ത ശൂന്യമായ കണ്ണുകളുള്ള ഷിനാസ്. അവൻ വാതിലിൽ മുട്ടുന്നു. എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ആ സമയം യഥാർത്ഥ ഷിനാസ് ഞങ്ങളുടെ കൂടെ ഹൈവേയിലായിരുന്നു. ആ രൂപം ഒരു മനുഷ്യനല്ല, മറ്റെന്തോ ആണ്. ഞങ്ങൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. മൂന്നാർ സ്റ്റേഷനിൽ നിന്ന് ഒരു ജീപ്പ് വന്നു. ഷിനാസിനെ കാണാതായ വിവരം ഞങ്ങൾ അവരോട് പറഞ്ഞു. പോലീസിനൊപ്പം ഞങ്ങൾ ആ വ്യൂ പോയിന്റിലേക്ക് തിരികെ പോയി. ഞങ്ങൾ ഷിനാസ് ആ സിൽവർ കളർ സ്വിഫ്റ്റിൽ കയറിപ്പോയ സ്ഥലത്തെത്തി. അവിടെ റോഡരികിൽ ഒരു കാട് പിടിച്ച ചെറിയ താഴ്ചയുണ്ട്. അവിടെ നിന്ന് പോലീസിന് ഷിനാസിൻ്റെ മൊബൈൽ ഫോൺ കിട്ടി. അതിന് തൊട്ടടുത്ത് അവ മുമ്പ് ധരിച്ചിരുന്ന നീല നിറത്തിലുള്ള ഡെനിം ജാക്കറ്റും കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഷിനാസിനെ എങ്ങും കണ്ടെത്താനായില്ല. ഞാൻ ആ സിൽവർ സ്വിഫ്റ്റിൻ്റെ നമ്പർ പോലീസിന് നൽകി. KL 17 രജിസ്ട്രേഷൻ. അവർ കൺട്രോൾ റൂമിലേക്ക് ആ നമ്പർ പാസ് ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ മറുപടി വന്നു. ആ രജിസ്ട്രേഷൻ നമ്പറിൽ ഇപ്പോൾ ഒരു കാറില്ല. 3 വർഷം മുമ്പ് പെരുമ്പാവൂരിൽ വെച്ച് പൂർണ്ണമായി കത്തി നശിച്ച ഒരു സ്വിഫ്റ്റ് കാറിൻ്റെ നമ്പറാണത്. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കണ്ട ആ കാർ ഏതായിരുന്നു? പോലീസ് ഷിനാസിൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. അത് ലോക്കായിരുന്നില്ല. ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തു. അതിൽ അവസാനമായി അവനെടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സമയം ഉച്ചയ്ക്ക് 1:15. ഞങ്ങൾ അവനെ അന്വേഷിച്ച് തിരികെ പോയ സമയത്തെടുത്തത്. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോയിൽ ഷിനാസ് സെൽഫി മോഡിൽ ഫോൺ പിടിച്ചിരിക്കുകയാണ്. അവൻ ആ വ്യൂ പോയിന്റിൽ തനിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് അവന് പിന്നിലായി ആ സിൽവർ സ്വിഫ്റ്റ് വന്നു നിൽക്കുന്നത് വീഡിയോയിൽ കാണാം. മുൻവശത്തെ ഇടത് ഡോർ തുറന്നു. ഷിനാസ് ഫോൺ ഓഫാക്കാതെ തന്നെ വണ്ടിയിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ വീഡിയോയിൽ വ്യക്തമായി കാണാം. കറുത്ത റൈഡിംഗ് ജാക്കറ്റിട്ട ആ രൂപം. അവൻ ഹെൽമറ്റ് ഊരി മാറ്റിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആ രൂപത്തിൻ്റെ മുഖം ഷിനാസിൻ്റേതായിരുന്നു. അവൻ്റെ അതേ മുഖം. വീഡിയോയിലെ യഥാർത്ഥ ഷിനാസ് യാതൊരു ഭയവുമില്ലാതെ അവനെ നോക്കി ചിരിച്ചു. അവൻ തൻ്റെ നീല ജാക്കറ്റ് ഊരി സീറ്റിലേക്ക് വെച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആ രൂപം തൻ്റെ കറുത്ത ജാക്കറ്റ് ഷിനാസിന് നേരെ നീട്ടി. ഷിനാസ് അത് സന്തോഷത്തോടെ വാങ്ങി ധരിച്ചു. ഒരു വസ്ത്രം മാറുന്നതുപോലെ അവർ ജീവിതങ്ങൾ പരസ്പരം മാറ്റുകയായിരുന്നു. വീഡിയോ അവിടെ അവസാനിച്ചു. ഷിനാസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഫോണും ജാക്കറ്റും കിട്ടിയതുകൊണ്ട് അവൻ കൊക്കയിലേക്ക് ചാടിയതാകാമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഒരാഴ്ചത്തെ തിരച്ചിലിനൊടുവിൽ ഞങ്ങൾ 3 പേരും നാട്ടിലേക്ക് മടങ്ങി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. വരുണും ജിത്തുവും ഞാനുമായി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഷിനാസിനെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും മിണ്ടാറില്ല. ഇപ്പോൾ ഞാൻ ബൈക്ക് ഓടിക്കാറില്ല. ഒരു കാർ വാങ്ങി. എങ്കിലും ഹൈവേകളിലൂടെ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകളിൽ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും റിയർ വ്യൂ മിററിലേക്ക് നോക്കും. എൻ്റെ തൊട്ടുപിന്നിൽ ആ സിൽവർ മാരുതി സ്വിഫ്റ്റ് കിടപ്പുണ്ടോ എന്ന്. ഡ്രൈവിംഗ് സീറ്റിൽ ഷിനാസിൻ്റെ അതേ മുഖമുള്ള ആ രൂപം എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന്. ഒരു ചോദ്യം മാത്രം ഇന്നും ബാക്കിയാണ്. ഞങ്ങളുടെ കൂടെ കൂടിയവനാണോ പോയത്, അതോ ഞങ്ങളുടെ കൂടെ വന്നവനാണോ പോയത്? അതൊരു നിഗൂഢതയായി ഇന്നും അവശേഷിക്കുന്നു.